الله وآل كل والصحابة الفائزين برضا الله أما بعد. بسم الله الرحمن الرحيم. اضرب لهم مثلا أصحاب القرية إذ جاءها المرسلون. قال الله عز وجل. മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട രണ്ട് ദൂതന്മാർ ഇൻത്വാഖിയാകളുടെ അല്ലെങ്കിൽ അംത്വാഖിയാകളുടെ ആ റായത്ത് പോയിട്ട് എത്ര അസ്ഹാബുൽ ഖറിയാസ് എന്നിട്ടാണ് ഖുർആനിൽ അറിയപ്പെട്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അസ്ഹാബുൽ ഖറിയ ഖറിയയുടെ ആൾമാർ ചെന്നിട്ട് അന്ത്വാഖിയാസുള്ള റായ ഇണ്ടത്തെ മാപ്പ് വെച്ച് നോക്കുമ്പോൾ മാപ്പ് ചൊല്ലതു ജിയോഗ്രാഫി ചൊല്ലത് എപ്പോഴും ഒരുപോലേക്കല്ല. കിതാബിൽ ചെന്ന് റായവും ദേശവും ഉണ്ട് അതേ ആയിട്ടിക്കൊണ്ടില്ല. ദീൻ ചേഞ്ച് ആവണമാ, ദീൻ ചേഞ്ച് ആവില്ല. കിതാബ് ചേഞ്ച് ആവണമാ, കിതാബും ചേഞ്ച് ആവില്ല. പിന്നെ എന്തപ്പോൾ ചേഞ്ചസ്? റായ ചൊല്ലത് ആഡളിത്തങ്ങളായിട്ടിക്കട്, രാജാക്കന്മാരെ ആഡളിത്തങ്ങളായിട്ടിക്കട്. അത് യാറായോണ്ടും കുറഞ്ഞോണ്ടും കൂടിയോണ്ടും യുദ്ധമായോണ്ടും ഒരങ്ങനെ ജാഗ ഇങ്ങെടുത്തോണ്ടും അങ്ങനെ ജാഗയൊക്കെ നിലനിൽപ്പിക്കില്ല. സൗദി ചൊല്ലത് ഒരു 300 വർഷത്തിന് മുതൽ ഇങ്ങനെ ഇല്ലാന്ന് പല നിലക്കുള്ള ആഡളിത്തങ്ങൾ വ്യവസ്ഥകളിൽ നിന്നത്. വഹാബി ആശയങ്ങൾ തുടർന്നിട്ട് അവൻ കുറേ ആൾമാരാക്കിയിട്ട് അവൻ്റെ പിറവ് തുടർന്നിട്ടുള്ള ആൽ സൗദ് അങ്ങ കൂടിയിട്ട് എന്താക്കിയിട്ട് കുറേ ഒപ്പന്തങ്ങളെല്ലാം ആക്കിയിട്ടുള്ള പല യുദ്ധങ്ങളും പല അക്രമങ്ങളെ തുടർന്നിട്ടാണ് ആ ഒരു റായമേ ഉണ്ടായത്. ആ നിലയ്ക്കിപ്പം അതിൽ ചരിത്രങ്ങൾ ഉണ്ടും വ്യക്തമായ നിലയ്ക്ക് ഹിസ്റ്ററികളിൽ എഴുതിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആലിമീങ്ങളെ കൊന്ന സംഭവങ്ങൾ, സുന്നി ആലിമീങ്ങൾ. അവിടെ വിദാഴത്തെ സ്ഥാപിക്കാനുണ്ടായെങ്കിൽ ഉള്ള വീട്ടിലല്ല ആലിമീങ്ങൾ ഫത്വകളും അതെല്ലാം നിങ്ങൾക്ക് കിതാബ് നോക്കിയെങ്കിൽ എന്താടും മക്കത്ത് പണ്ട് ഹറമുടെ മുഫ്തികളായിട്ട് നിങ്ങൾ ഹറമുടെ എല്ലാ നിലക്കുള്ള വിഷയത്തിൽ നേതൃത്വം കൊടുത്ത ആലിമീങ്ങൾ ആശയങ്ങൾ ഇണ്ടും അങ്ങനെ കിതാബേ ഉണ്ട്. മുഫ്തിൽ ഹറമൈൻ്റെ മുഫ്തി ചെന്നിട്ടും അങ്ങനെ ഫത്വകൾ അങ്ങനത്തെ എല്ലാ സുന്നി ആശയങ്ങളും ഇണ്ടും കിട്ടും. അത് പിന്നെ കാലക്രമേണ ഗലാട്ടകളാക്കിയിട്ട് ഉള്ള സുന്നി ആലിമീങ്ങൾ ലക്ഷക്കണക്കിന് ആലിമീങ്ങളെ കൊന്നിട്ടുള്ള രക്തസിക്തമായ ഒരു അധ്യയനമായിട്ടിക്കട് സൗദി ചൊല്ല നാടുകൾക്കാണ്. ഇങ്ങനെ മുസ്ലിം നാടുകളായെങ്കും പല നിരക്കുള്ള അക്രമങ്ങളും പലതും പല രാജ്യത്തിലും പലതും നടന്നിട്ടുള്ളതുണ്ട്. അത് മുട്ടത്തെ കാലത്തെ നടന്ന യുദ്ധങ്ങളെല്ലാം കൊന്തിക്കണം നമുക്കെല്ലാം. ഏതുവാണെങ്കിലും ഇങ്ങനെ റായ ചൊല്ലത് കിതാബുകളിൽ ചൊല്ല് അതേ പേരിലേക്കില്ല. റായങ്ങൾക്ക് വേறு വ്യത്യാസങ്ങളുമുണ്ട്, റായത്തെ പരിധിയും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇണ്ടനങ്ങ അന്ത്വാഖിയാസുള്ള റായ എവിടുണ്ടോ നോക്കിയിട്ടുണ്ടായെങ്കിൽ മാപ്പിൽ നോക്കിയിട്ടുണ്ടായെങ്കിൽ സിറിയത്തെ നോർത്ത് ഭാഗത്തെ ഒരു വെസ്റ്റിലായിട്ടുള്ള മൂലലായിട്ടിക്കിടും. സിറിയത്തെ നോർത്തറയും വെസ്റ്റുടെ ആ നടുമൂലലായിട്ടിക്കിട്. ഏതുകൊണ്ട് അന്ത്വാഖിയാസുള്ള റായ പേരിലുള്ള അറ്റ്ലസിങ്ങ ഇണ്ടും ഞങ്ങളെ കയ്യിൽ കിട്ടും. അപ്പോൾ ചുരുക്കി ചെന്നേണ്ടെങ്കിൽ സിറിയത്തെ വായുവ്യ പ്രദേശ അഥവാ സിറിയത്തെ പശ്ചിമവും അതുപോലെ ഉത്തര അതിന് നടുലുള്ള നോർത്തും വെസ്റ്റ് നടുവിലുള്ള ഒരു മൂലയിലുള്ള ജാഗയായിട്ട് അന്ത്വാഖിയാസുള്ളത്. കടൽക്ക് മെഡിറ്റേറിയൻ സീ കന്നഡത്തെ വേണമെങ്കിൽ ചൊല്ലുക. ഇതൊക്കെ മെഡിറ്റേറിയൻ സമുദ്രമാണ് ചൊല്ലുക. ആ മെഡിറ്റേറിയൻ സമുദ്രത്തെ ഒരു എന്തായിട്ടിക്കട് കരലായിട്ടിക്കട് സൈഡിലായിട്ടിക്കട് അന്ത്വാഖിയാസുള്ള റായുള്ള ഇണ്ടും ആ പേരുണ്ടത്. അപ്പോൾ ഈ അന്ത്വാഖിയാസുള്ള റായത്തിൽ പോയിട്ടാണ് പോയിട്ട് എത്തര്. അവിടെ പോയിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഹബീബുൽ നജ്ജാർ ചൊല്ല ആൾ ഇസ്ലാം മതം സ്വീകരിക്കുകയും അയാളെ സംബന്ധിച്ച് ക്ഷമയുണ്ട്. അതിലെന്താണെങ്കിലും ബിംബാരാധകനല്ലാണ്, ബിംബത്തേക്ക് എത്ര സ്വരലാക്കിയെങ്കിലും ആരാധകനായിട്ടില്ല എന്ന് ചെന്നിട്ടും വരെ
ചൊല്ലാറ്. അപ്പോൾ ഏതാണെങ്കിലും ദീൻ ദഅവ കേട്ട സാത്തുക്ക് ദീൻ സ്വീകരിച്ചെത്തായാൽ അപ്പോൾ ഈ രണ്ട് മഹാന്മാരുടെ വിഷയിടീരായ പ്രചാരത്ത് രണ്ടാൾ വന്നൊരാൾ വലിയ കറാമത്തിനാൾമാരാണ്. അങ്ങ് മന്ത്രിച്ചെങ്കിൽ അങ്ങ് തൊട്ടെങ്കിൽ എങ്ങനത്തെ സീക്കും മാറിക്കിട്ടു, എങ്ങനത്തെ സീക്കും ഷിഫിയായിട്ട് കിട്ടു ചെന്നിട്ടെല്ലാം ചൊമ്മ നിലക്ക് അങ്ങെന്താക്കിയാറ് അങ്ങനെ വിഷയത്തിൽ പ്രസിദ്ധി നേടിയിട്ട് അങ്ങനെ പ്രായരായ വിഷയം പറഞ്ഞിട്ട് എത്രയോ ഉഷാറില്ലാത്ത പണ്ട് ഇങ്ങക്കാലി തൊട്ട് അല്ലെങ്കിൽ ഊതര് അപ്പോൾ ഷിഫ അവിടെ ഏത് അക്കുമഹു ചെന്നുണ്ടായെങ്കിൽ പ്രസവിക്കുമേ കുരുടായിട്ടിക്കട് പെരുമ്പമേ കണ്ണ് കാണാണ്ട് പെത്തങ്ങ അല്ലെങ്കിൽ എന്തായാലും പിന്നെ ജീവിച്ചൽ പിന്നെ കണ്ണ് കാണാണ്ടായങ്ങല്ല. അതുപോലത്തെ വലിയ വലിയ കുരുടന്മാർ ജന്മകുരുടായാൽമാരെ ഷിഫാക്കിയതടക്കമുള്ള വലിയ വലിയ സംഭവങ്ങളാണ് നടക്കട്. ഇതോടുകൂടെ ഇടീ പ്രചാരിച്ച് ഒരു ജഡ് വലിയ മഹാന്മാർ വന്നൊരാറ് വലിയ അത്ഭുതമാണ്. അങ്ങനെ ഇങ്ങനെയാണ് അങ്ങനെ വിഷയം പോയിട്ട് ലാസ്റ്റ് രാജാവ് കത്തറ് രാജാവുടെ ബഹനാത്തീശ്വരുടെ പേരിലോ അല്ലെങ്കിൽ ഇൻതീഹസ് അല്ലെങ്കിൽ ഷല്ലാഹിൻ രണ്ട് മൂന്ന് പേരുണ്ട് ആ രാജാവുകു. ഏതാവട്ടെ ആ രാജാവുകു വിഷയത്തിൽ ഇങ്ങനത്തെ മഹാന്മാർ വന്നൊരാറുണ്ട്. അപ്പോൾ രാജാവ് ഇങ്ങനെ വിളിപാടിച്ചു ഇങ്ങനെ പറ ചൊല്ലണമുണ്ട്. രാജാവ് വിളിക്കുമ്പോൾ പോകണല്ലേ പോയാൽ എന്തൊരു വിഷയ നിങ്ങൾ എവിടെ വന്നരേ എന്തിനു നിങ്ങൾ ഇവിടെ ഭാര്യ അത്ഭുത കാട്ടിക്കൊണ്ടുള്ളവരുള്ള നിങ്ങൾ പേരുള്ള ഭാര്യ ഉള്ള ഭാര്യ സ്വന്തമുള്ള നിങ്ങളുടെ വിഷയത്തിൽ എന്തിനു നിങ്ങൾ വന്ന ഉദ്ദേശ എവിടെ വന്നരേ നഹനു ഞങ്ങ ഈസ നബി അലൈഹിസ്സലാം കടത്തിലായിരിക്കണം ഞങ്ങളെ ഞങ്ങൾക്ക് അള്ളാഹു ചുമ കഴിവല്ല തന്നര്. പക്ഷെ ഞങ്ങളുടെ ഉദ്ദേശം ലോകത്തെ പരിപാലിച്ചുകൊണ്ടുള്ള ഏക ഇലാഹായിട്ട് അള്ളാഹ്. ആ അള്ളാഹു ആരാധിക്കണം നിങ്ങൾ അതൊക്കെ നിങ്ങൾ വിളിച്ചുകൊണ്ടുള്ള. അപ്പോൾ ഈ രാജാവുകളുടെ അലന ഇലാഹുൻ ഗൈറു അലന റബ്ബുൻ ഗൈറു ആലിഹതീന ഞങ്ങൾ ആരാധിക്കട ഈ ആരാധ്യ വസ്തു അല്ലാത്ത വേറെ റബ്ബ് ഈ ലോകത്തിൽ ഉണ്ടണങ്ങ്. ഈ മഹാന്മാർ ചൊല്ലാറ് നാം ഉണ്ടോ മൻ ഔജദക വ ആലിഹതക നിന്റെയും നിന്റെ ഈ ആരാധ്യ വസ്തുക്കളെയും ഉണ്ടാക്കിയെങ്കത്തെ ഒരു ഇലാഹായ റബ്ബുണ്ടോ. ആ റബ്ബുടെ ഒരാൾ വിശ്വസിച്ചെങ്കിൽ സ്വർഗമാണ്, ആ റബ്ബുടെ നിഷേധിച്ചെങ്കിൽ നരകമാണ്, പിന്നത്തെ ശിക്ഷ കാലകാലമാണ്. ഇത് കേൾക്കുമ്പോൾ രാജാവ് ഉൾക്കൊള്ള കയ്യില്ല. നാൻ പഠിച്ച് നാൻ മനസ്സിലാക്കിയ നാനുള്ള ഒരു ആദർശത്തിന് എതിരായിട്ട് ഞങ്ങൾ ആരാധിച്ചുകൊണ്ടില്ല ആരാധ്യ വസ്തുക്കൾ എതിരായിട്ട് ഒരാശയ ചൊല്ലി ജണ്ടാല് നൻ്റെ രായത്തിൽ വന്നിട്ടുള്ളാറാ എന്നിട്ട് അർസത്തിൽ പിടിച്ചിട്ട് സാമ്മ അടിക്കട അടിച്ചിട്ട് ഈ ജണ്ടാലയം ജയിലിൽ ബന്ധാക്കി വയ്ക്കട രാജാവ്. കാരണം ഇനിയിപ്പോൾ ആൾമാർ അനുയായികൾ കിട്ടിയിട്ട് ചമ്മ ആൾമാർ ഇസ്ലാം ദീനിൽ കടന്നു വന്നെങ്കിൽ നൻ്റെ ഭരണത്തിಗೆ ഉപദ്രാവിച്ചെന്ന് പേടിച്ചിട്ട് എന്താക്കട ജണ്ടാലയം ബന്ധാക്കി വയ്ക്കട. ഇങ്ങനെ വിഷയം നോക്കുമ്പോൾ ഈസ നബി അലൈഹി ഇസ്ലാമുക്ക് വിഷയത്തിൽ ഇങ്ങനെ പോയെങ്കത്തെ ദീനി ദഅവത്ത് പോയെങ്കത്തെ ഈ രണ്ട് മഹാന്മാർക്ക് അടിച്ചിട്ട് അങ്ങനെ ബന്ധാക്കി വിഷയ ഈസ നബി അലൈഹി ഇസ്ലാം കിട്ട്. അപ്പോഴാണ് ഈസ നബി അലൈഹി ഇസ്ലാം ആ ടൈമിലോ ഈ രണ്ട് ആൾക്ക് ഹെൽപ്പ് വേണ്ടിയിട്ട് വളരെ ചുരുക്കുള്ള നല്ല തന്ത്രശാലിയായ നല്ല നിലക്ക് ആൾമാരുടെ പെരുമാറും ആൾമാരുടെ എങ്ങനെ ഉണ്ടെല്ലാം നല്ല പഴകിയെങ്കത്തെ ഒരു മഹാനാണ് ഷംഊൻ. ഈ ഷംഊൻ ചൊല്ല മഹാൻ്റെ ഈസ നബി അലൈഹി ഇസ്ലാം കൊടുത്തിട്ട് നിങ്ങൾ പോണു ഇങ്ങനെ ജണ്ടാൽ ജയിലുള്ളാറ് എങ്ങനെങ്കാക്കിട്ടും അങ്ങനെ നിങ്ങൾ ഹെൽപ്പ് ആക്കും നിങ്ങൾ പോണു ചെന്നിട്ട് കടത്തരു ഒന്നും ഇതല്ലേ. അപ്പോൾ ഈസ നബി അലൈഹി ഇസ്ലാം മണ്ടും മുണ്ടുണ്ടായിട്ടിക്കട് ഈസ നബി ഇസ്ലാമിൻ്റെ ആകാശത്ത് ഉയർത്തി ഇതെല്ലാം സംഭവങ്ങളായാൽ പിന്നായിട്ടിക്കടുണ്ട്. പക്ഷേ ഷംഊൻ ഈ അന്ത്വാക്കിയാസുണ്ട് രായത്തിക്ക് എത്തുമ്പോൾ മുത്തനക്യർ എന്തിനില്ല ഇയാളുടെ ഡ്രസ്സുകളും പലക്കങ്ങളും ഒരു വ്യത്യാസമായ ശൈലിയിലാണ് പോയിട്ട് എത്തര്. ഇയാൾ മുർസലുണ്ടാ ഇയാളിങ്ങനെ ഈസ നബി അലൈഹി ഇസ്ലാം കൃത്യ ദൂതനായിട്ടാ ഈ ജണ്ടാല് ഹെൽപ്പ് കണ്ട എന്തുകൊല്ല ഇയാൾ സാമാന്യൊരു വ്യക്തിയായിട്ട് അവിടെ പോകണ്ടു. പോയിട്ട് ലാസ്റ്റ് രാജാവുടെ
എവിടേക്ക് കൊട്ടാരത്തെ മുറ്റത്തേക്ക് പോയിട്ട് എത്തരുത്. അവിടെ ഇങ്ങനെ ആൾമാരുടെ നല്ല കൂടിയോണ്ടും നല്ല സ്വഭാവത്തിലും നല്ല നിലക്ക് പെരുമാറിയോണ്ടുണ്ടു. അങ്ങനെ ആൾമാരെല്ലാവരും എത്തിരാൾ ഇങ്ങനത്തെ ഒരു പുതിയൊരാൾ വന്നത് അറിയ നല്ല ആള്, എല്ലാവർക്കും പിരിസപ്പെട്ട ഒരാൾ, നല്ല മുണ്ടുകളുടെ കൃഷിയോടെ അല്ലട്ട തിന്നിട്ടു. ഇയല ഭാരി പ്രശംസയോടുകൂടെ രാജാവുക വിഷയത്തിൽ രാജാവ് വിളിക്കട് രാജാവുകും കൃഷിയാവോടും. രാജാവ് അങ്ങനെ അയലട്ടുകളെ മുണ്ടിട്ട് രാജാവുകും ഭാരി കൃഷിയാവോടും. എന്നിട്ട് രാജാവ് ഇതാരുടെ ഗൊന്തില്ലല്ലേ, ഈ ജണ്ടാൾക്ക് ഹെൽപ്പാക്കി വന്ന ആളാ എന്തും ഗൊന്തില്ല. അന്തും ഇയാളെ സ്വഭാവങ്ങളും ഇയാളെ സൈക്കോളജിക്കലായ ഇയാളെ ആ മനുഷ്യ എന്തായിട്ടിക്കട് മനുഷ്യത്വമായ എല്ലാ പേഴ്സണാലിറ്റിയും ഇയാളുടെ വ്യക്തിത്വ വികസനവും ഇയാളെല്ലാം കണ്ടിട്ട് രാജാവ് ഇയാൾക്ക് എന്താവോടു സെലൻഡറാവോടു, ഇയാളെ ഇഷ്ടപ്പെട്ട്. ഇയാളാണെങ്കിലോ രാജാവുടെ അതേ ദീൻ പോലെ അതിനൊന്നും ആക്ഷേപിക്കാണ്ട് രാജാവൊരൊട്ടിക്കുമേ പോണ്ടു ഒന്ന് ഇതല്ലേ. അപ്പോൾ രാജാവ് ബിംബാരാധനകും അതുപോലത്തേക്കെല്ലാം പോകുമ്പോൾ ഒട്ടികയിൽ പോണ്ടു. അപ്പോൾ ടോട്ടലി ബിംബാരാധന ആക്കിയിട്ടുണ്ടില്ല, ഒട്ടിಗೆ പോണ്ടേലും പോയിട്ട് അതിൽ ദ്വാരക്കട ഒരട്ടായിട്ടിക്കട് രാജാവ് ദ്വാരക്കട കൊണ്ട് ബിംബ ഒരട്ട കയറ്റിക്കട്. ഏതാണെങ്കിലും രാജാവ് ടോട്ടലി വിചാരിച്ച ഇത് നണ്ടതേ ആൾ, നണ്ടതേ ദീൻ്റെ ആൾ, ഇതാ ഞാൻ ചെന്ന പോലെ ഉള്ള ആൾ, നല്ല പറ്റിയ ആൾ. ഞങ്ങൾക്ക് രാജാവ് പരിശോധനയാക്കി നോക്കുമ്പോൾ യെസ് ഗുഡ് മാർക്കാണ് കൊടുക്കണ ഇയാൾക്ക്. അങ്ങനെ ടോട്ടലി രാജാവുടെ മുറ്റത്തെ ആളായിട്ട് ഷംഊൻ മാറുന്നത്. രാജ പ്രൗഢിയോടുകൂടെ അവിടെ ജീവിക്കട്. ഇനി മുപ്പര് പോയ സ്വരം നടക്കണമല്ലോ ഇനിയിപ്പം. അങ്ങനെ ഒരു നാൾ രാജാവൊട്ടിക്ക് ഇയാൾ ചൊല്ലും. അതിനിടയ്ക്ക് ഇയാൾ ആര് ഞങ്ങളെ ഈ പോയ ഷംഊൻ ചൊല്ലിയ മഹാന് ഫസ്റ്റ് അവിടെ പോയിട്ട് ജയിലും പോലെ പോയിട്ട് ഇന്തുണ്ടാണ്. ജയിലെല്ലാം നോക്കുള്ള അവകാശം കിട്ടിയിട്ട് അങ്ങനെ ജയിലിൽ പോയിട്ട് അങ്ങനൊട്ടിക്ക് പോയിട്ട് മുണ്ടിട്ട് അങ്ങനെയുള്ള സമാധാനം ചെന്നിട്ടു. ഫസ്റ്റ് പോയ ജണ്ടാൾക്ക് സമാധാനം ചെന്നിട്ടു. എന്നിട്ട് അങ്ങനെ ഉപദേശമാക്കട് നിങ്ങൾ ഭാര്യത്തിൽ അർജൻറ്റ് യാറാക്കിയാറ് തെല്ല് ധൃതി യാറായിട്ട് എന്തേ ഏതൊക്കും ഒരു സോഫ്റ്റ് തെല്ല് പോയ സാത്തുകറായ അങ്ങനെ നിങ്ങൾ ഇങ്ങനെ ചെന്നിട്ടല്ല ആൾമാർ തപ്പു നിങ്ങൾ സമല്ല നിങ്ങളെല്ലാം ചെഞ്ചണ്ടെങ്കിൽ ആര് സ്വീകരിക്കാറ് നിങ്ങൾ തെല്ല് ഏതൊക്കും ഒരു ടൈമു സാവകാശമുണ്ടല്ലോ ഇക്കടെ ഏതൊക്കും എന്താ ഇതല്ലേ. നിങ്ങൾ പോയ സാധനം നിങ്ങൾ ഇബാദത്ത് എടുക്കണം, അള്ളക്ക് ഇബാദത്ത് എടുക്കണം, അത് വിടണം, വിമ്മ വിടണം. അങ്ങനെ ചെന്നെങ്കിൽ ആര് നിങ്ങൾ സ്വീകരിക്കാറ് എല്ലാത്തും സോഫ്റ്റ് ശൈലി നിങ്ങൾ സ്വീകരിക്കണ്ടേ. നിങ്ങൾ ആക്കിയ സമല്ല ചെന്നിട്ടു അങ്ങനത്തെ തിദ്ദടിയാൽ ചെന്നില്ല ഇയാളെല്ലാം പേഴ്സണാലിറ്റി എല്ലാം പഠിച്ച ആളായിരിക്കട്, സൈക്കോളജി എല്ലാം പഠിച്ച മനഃശാസ്ത്രം പഠിച്ച ആളായിരിക്കും. അപ്പോൾ ഏതാണെങ്കിലും ചൊല്ലിട്ടു നിങ്ങൾ ഒരു പെണ്ണിടെ പോലെ ചൊമ്മ ടൈമായിട്ട് പെറാത്തൊരു പെണ്ണുക്ക് വർഷങ്ങളോളം കാത്തിട്ട് കിടാവ് കിട്ടിയിട്ടാകുമ്പോൾ എല്ലാ മക്കൾക്ക് കിടാവ് മക്കമാർക്കെല്ലാം ഉമ്മമാർ ആഹാരം കൊടുത്തിട്ട് മല കൊടുക്കുന്നതും ആഹാരം കൊടുക്കുന്നതും കണ്ടിട്ടെല്ലാം ബേജാറായിട്ട് നോക്കുമ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആശയോടുകൂടെ ഒരു കിടാവ് കിട്ടി ഉമ്മക്ക് നോക്കുമ്പോൾ ഈ ഉമ്മ എന്താക്കട് പിടിച്ചിട്ട് ആ കിടാവിടെ മുത്തുറു പിരിസാക്കട് എല്ലാം ഡ്രസ്സിട്ട് അതാക്കട് ഇതാക്കട് ലാസ്റ്റ് കിടാവു എല്ലാവരും 10 അപ്പെല്ലാം കൊടുക്കുന്നത് കാണാൻ ബാസായിട്ട് കിടാവിടെ ബായിക്ക് അപ്പോയിട്ട് ഈ ചെറിയ കിടാവ് അപ്പിട്ടെങ്കിൽ എന്ത് സംഭവിക്കും? കിടാവ് തൊണ്ടല്ല അപ്പം കിട്ടിയിട്ട് കിടാവ് മരിച്ചു പോയിട്ട് ഇതുപോലെ നിങ്ങൾ ആക്കിയത്. ഈ രാജാവൊട്ടിക പോയിട്ട് പോയ സാധനം ഇനി അല്ല ആരാധിക്കണോ വിമ്മ ആദീതിൻ്റെ നീ ആക്ഷേപിച്ചാവല ഏതൊക്കെ ഒരു ശൈലി ഉണ്ട് ചെന്നിട്ടു അങ്ങനെയുള്ളതെല്ലാം ഉപദേശിച്ചിട്ട് പിന്നെ രാജാവൊട്ടിക പോയിട്ട് ഇയാളെത്തരും. രാജാവൊട്ടിക ചൊല്ലു എന്തൊരു വിഷയം നിങ്ങൾ ഒരു ജണ്ടല്ലേ ബന്ധാക്കി വെച്ചിടാറുണ്ടല്ലോ ചെന്നുകൊണ്ടുള്ള ആൾമാരല്ല എന്തിരത് അങ്ങനെ എന്തിനാ ഒരു വാതെല്ലാം കൊണ്ടുപോല വേറെ ഇലാഹ കൊണ്ടു നിൻ്റെ ഇലാഹല്ലാത്ത വേറെ ഇലാഹ കൊണ്ടുണ്ടല്ലോ വാതെല്ലാം കൊണ്ടുണ്ടല്ലോ വിഷയമുണ്ടല്ലേ എന്തൊരു വിഷയം ആറ് മനസ്സിലങ്ങളെ പഠിക്കും നോക്കണേ അങ്ങനെ വിഷയം എന്ത് കേൾക്കണേ എന്താ ഒളികച്ചും കാവല അങ്ങനെ പഠിക്കണേ എന്തൊരു വിഷയം ചെന്നിട്ട് ഒന്ന് വിളിച്ചിട്ട് നാണോ അങ്ങനത്തെ ഒരു വിഷയം കേൾക്കട്ട എന്നിട്ട് അങ്ങനെ എന്തെങ്കിലും വാദിക്കണുണ്ടെങ്കിൽ നിൻ്റെ പരായിട്ട് രാജാവായ നിൻ്റെ പരായിട്ട് ഞാൻ അങ്ങനൊട്ടിക്ക് വാദിക്കണേ നക്ക് നല്ല മുണ്ടുള്ള ശേഷിയെല്ലാം തന്നര് അങ്ങനെ നാട്ടില് സംവാദം നാണാക്കണേ ഞങ്ങളൊട്ടിക്ക് ചെന്നിട്ടല്ല. അങ്ങനെ രാജാവൊട്ടിക്ക് ഇങ്ങനത്തെ ഒരു പലക്ക ചൊല്ലുമ്പോൾ രാജാവ് യെസ് ചൊല്ലു ഇങ്ങനെ പിരിച്ചത്തെ ആളല്ലേ ഓക്കെ അവർക്ക് വിളിക്കാം ഞങ്ങൾ വിളിച്ചിട്ട് മുണ്ടാ ചെന്നിട്ട് അങ്ങനെ സംവാദത്തിന് വേണ്ടി വിളിക്കരുത് രണ്ടാൾ ഭണ്ടാറ്. അപ്പോൾ ഷംഊൻ കേൾക്കണം മൻ അർസലക്കുമാ നിങ്ങൾ ആരുടെ കടത്തീരെ
അപ്പം ചൊല്ലാറ് അല്ലാഹുല്ലദീ ഖലഖ കുല്ല ഷൈ വലൈസ ലഹു ശരീക്. ഞങ്ങളുടെ കരുത്തിന് അള്ളാഹുവായിട്ടിരിക്കല്, ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കളെയും സൃഷ്ടിച്ചെങ്കിയത്തെ അള്ളാഹുവായിട്ടിരിക്കണം ഞങ്ങളെ കരുത്തിര്. അള്ളാഹുക്ക് സമമായിട്ട് വേറാറുമില്ല, അള്ളാഹുക്ക് തുല്യമായിട്ട് വേറാറുമില്ല. അപ്പം അങ്ങ് ചൊല്ലാറ് ഇതെല്ലാം അള്ളാഹുടെ വിശദീകരിച്ച് തരും സംഭവം കേൾക്കട്. ഈ രാജാവും ആ ഒരു സംവാദത്തിന് ചൊമ്മ അനുയായികളെല്ലാം കൂട്ടുകാരോടെ എല്ലാവരും ദീപാടിയിട്ടാണ് സംവാദം നടക്കരുത്. അപ്പം നിങ്ങൾ അള്ളാഹുടെ സംബന്ധിച്ചൊന്ന് ചൊന്നിട്ടു നല്ല വിശദീകരിച്ച് ഷോർട്ടായിട്ടൊന്ന് ചൊല്ലോറ്, ചമ്മ കേൾക്കുക ടൈമില്ല. അപ്പം അങ്ങ് ചൊന്നാറ് യഫ്അലുമായ ഷാ, അവൻ വിചാരിച്ചതല്ല അള്ളാഹു ആക്കട്, അവൻ ഉദ്ദേശിച്ച എല്ലാ വിധികളും അള്ളാഹു താല ആക്കട്. അള്ളാഹ് ഈ ലോകത്ത് സർവ്വ നടക്കരുത് അള്ളാഹുടെ കയ്യിലായിട്ടിക്കട്. അപ്പം നിങ്ങൾ ഈ വാദിക്കടെ വാദത്തിന് നിങ്ങൾ തെളിവുണ്ടാ? എന്തിനാ ഈ വാദത്തിന് തെളിവ്? അപ്പം ചൊല്ലാറ് രാജാവ് ഇപ്പം എന്തിനാ ആഗ്രഹിക്കട അതിനങ്ങാക്കടാണ്. ആ അള്ളാഹുടെ സമ്മതം കൊണ്ടിട്ടു രാജാവ് ഇപ്പം എന്തിനാ ചൊന്ത അതിനങ്ങാക്കി കണ്ടാണ് സംപൂർണ്ണ ആണെന്നിട്ട് വാദിക്കല്. അപ്പോൾ നോക്കും രാജാവരുടെ ചൊല്ലുന്നൊക്കെ നിങ്ങൾ എന്തെങ്കിലും ചൊല്ലോറും നോക്കാം ഇങ്ങനെ എന്തിനാക്കാറ് നോക്കാം ഇങ്ങനെ ഇലാകടെ ഇങ്ങനെ വാദിച്ചുകൊണ്ടുള്ളൊരു ഈ അള്ളാഹുണ്ട് ചൊല്ല അള്ളാഹുടെ കഴിവൊന്നിറങ്ങൊന്ന് പരിശോധനയാക്കി നോക്കാം. അപ്പോൾ നോക്കുമ്പോൾ ഒരു കിടാവിടെ രാജാവ് ബിലിപാടിത്തി ഉടമ ഒരു പക്കത്തെ ബിലിപാടിത്ത കിടാവിടെ വിളിച്ചവരുണ്ട്. ആൾമാർ വിളിച്ചവന്നാൽ എങ്ങാവും കുരുടത്വം ഇല്ലാണ്ട് മാത്രമല്ല, കുരുടത്വാണ്ട് മാത്രമല്ല, കണ്ണില്ലാണ്ട് മാത്രമല്ല, കണ്ണിടെ ജാഗ എവിടാണ്ടേ കാണില്ല. ആ ജാഗമേ കൊന്താവില്ല, ഇഞ്ഞ കണ്ണ് ഉള്ള ജാഗയാച്ചു അത്രയും നിലക്ക് ജന്മനാൽ കുരുടായെങ്കിത്തെ ഒരു കിടാവിടെയാണ് വിളിക്കട്. ആ ടൈമിലും രാജാവ് ചൊന്തുണക്ക ഈ കിടാവ് കൊന്നു കണ്ട് കാണ്ട് കാട്ടിക്കൊടുക്കട്ടെ, ഇങ്ങനെ വലിയ വാദിക്കിടാറല്ലേ ഈ ലോകത്തിൽ വിചാരിച്ചതല്ല ഇങ്ങനെ ഇലാഹ ആക്കിടുന്നു. അപ്പം ഇങ്ങനെ എന്താക്കിടാറ് അള്ളാഹുറൊട്ടിക്ക് ദുവാക്കിടാറ് കൈ ഉയർത്തിട്ട് അള്ളാഹുവേ ഈ കിടാവ് നീ കാഴ്ച ശക്തി കൊടുത്തിട്ടു ഞങ്ങളെ ദാഴ്വത്തൊന്ന് നീ സുലഭാക്കി താച്ചിട്ടു ദ്വാരക്കിടാറ്. അതോടുകൂടി നിമിഷങ്ങൾ കൊണ്ടിട്ടു ഈ കിടാവുടെ ആ കണ്ണിടെ ജാഗമേ ഒരു ഓപ്പണാവിടും. ഓപ്പണായ ടൈമിലും ഒരു മണ്ണിടെ ഗിട്ടെടുത്തിട്ട് 2 ഗിട്ടെടുത്തിട്ട് ആ കണ്ണിടെ ജാഗയിൽ ഇങ്ങനെ വീക്കിടാറ്. കണ്ണ് കണ്ടിട്ടില്ല. അപ്പോൾ നോക്കുമ്പോൾ ഇപ്പം ഒറിജിനൽ കണ്ണ് ആ മക്ക് കാണുകയും കിടാവ് നല്ലതുപോലെ നോക്കുകയും ചെയ്തു. പക്ഷേ ഇത് കണ്ടിട്ട് മാത്രം രാജാവ് ഒന്ന് അത്ഭുതപ്പെട്ടു പോയി. ഒരു കണ്ണിടെ ജാഗമേ ഇല്ലാതെങ്കത്തെ ഒരു ജന്മനാൾ കുരുടായെങ്കത്തെ കിടാവ് ഇത്രയും ശക്തി. അള്ളാഹുവേ ഈ ഒരു ശക്തിയുടെ ഈ ഒരു അത്ഭുതം കണ്ടിട്ട് രാജാവ് ബെറന്ന് പോയി തുറക്കാം. പക്ഷേ പിന്നെ എന്തിനു നടക്കുന്നുണ്ടെങ്കിൽ ഇനിയും പഠിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ചരിത്രങ്ങൾ പഠിച്ചിട്ട് ഈമാൻ കെട്ടിയാക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആൻ ആശയങ്ങൾ നല്ലതുപോലെ പഠിച്ചിട്ട് ജീവിതത്തിൽ ഉൾക്കൊണ്ടിട്ടു ആ ഖുർആൻ ഞങ്ങളുടെ ജീവനമേ ആവുക അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആൻ കൊണ്ടിട്ട് ദുനിയാവ് ആഖിറ വിജയം അള്ളാഹു നൽകുമാറാകട്ടെ. കുടുംബത്തിലുള്ള സീക്കിടങ്ങ, കടത്തിലുള്ളങ്ങ, ബേജാറിലുള്ളങ്ങ, പെൺമക്ക ബാലകുള്ളങ്ങ, അവാവുകൊള്ളങ്ങ, അതുപോലെ സ്വറയില്ലാത്തങ്ങ, അതുപോലത്തെ ദുഃഖത്തിലും കഷ്ടത്തിലുമുള്ള എല്ലാവരുടെ ദുഃഖങ്ങളും ബേജാറുകളും സീക്കുകളും എല്ലാം അള്ളാഹു തട്ടി ദൂരത്താക്കിയിട്ട് സന്തോഷവും നെമ്മതിയും റാഹത്തും ഐശ്വര്യവും നിഅമത്തും ബറക്കത്തും അള്ളാഹു നിറച്ചു തരുമാറാകട്ടെ. റമദാൻ ദുനിയാവ് ആഖിറ വിജയത്തിന് കാരണമാവിടെ തിങ്കളാക്കി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.